ഹലോ, ഇന്ന് നമ്മൾ ഒരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുക്, കറിവേപ്പില, ചുമന്ന മുളകില്ല, ഉണക്കമുളക്, അത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിനകത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഓക്കെ, നന്നായിട്ട് വഴന്ന് വരുന്ന ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് ആ വെളുത്തുള്ളി ഒരു പച്ചമണമൊക്കെ മാറി, മസാലയുടെ പച്ചമണമൊക്കെ മാറി വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഷ്ഡ് ആയിട്ടുള്ളൊരു കായത്തിൻ്റെ ഉണ്ട്, ഹിങ്ക് എന്ന് പറഞ്ഞിട്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പുളി, ലെമൺ സൈസ് പുളി, ആ പുളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് പുളിവെള്ളം ഇതിനകത്തേക്ക്, പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരും. ആ സമയത്തായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ശർക്കര ഉരുക്കിയത് ആഡ് ചെയ്യാം. ശർക്കര ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പീസായിട്ട് ഇതിനകത്ത് ഇട്ടാൽ കുഴപ്പമില്ല, അത് അലിഞ്ഞ് ചേർന്നോളും. അപ്പം ഞാനിവിടെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കര ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുളിവെള്ളവും ശർക്കരയും ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരും. ആ സമയത്തായിട്ട് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വിനീഗർ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വിനീഗർ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പുളി ചേർത്തുകൊണ്ട് തന്നെ കേടുകാരിക്കും. അപ്പോൾ ഇത് കുറച്ചധികം വെളുത്തുള്ളി ഉണ്ട്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി മുളച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്. വിനീഗർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയും എല്ലാം ചേർത്ത് വിനീഗറൊക്കെ ചേർത്ത് ഇതൊരു കുറുകിയ പാകം വരും. ആ സമയത്ത് വാങ്ങി വെക്കുന്ന ആ സമയമാകുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഉലുവപ്പൊടി, കടുക് ജസ്റ്റ് സ്പ്ലിറ്റ് ചൂടാക്കിയിട്ട് പൊടിച്ച്, ഇത് അധികം പൊടിയാതെ എന്താ പറയുക, സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കടുക്, പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാക്കി ഒരു തുണി കൊണ്ടൊക്കെ കവർ ചെയ്ത് നമുക്കത് പുറത്ത് വേണമെങ്കിൽ പുറത്ത് വെക്കാം. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിലും വെക്കാം. അങ്ങനെ നന്നായിട്ട് പാകപ്പെടുത്തിയ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പുളിയുടെയും ശർക്കര ഒരു പിക്കിൾ എന്ന് പറഞ്ഞൊരു ലിക്കിൾ ടേസ്റ്റാണ്. ഒരു എരിവും മധുരവും പുളിയും എല്ലാം കൂടെ വരുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.